ഞാൻ ചെയ്യുന്നതെല്ലാം ഒരാൾ പകർത്തുമുണ്ട്. എൻ്റെ ഓരോ ചലനവും കണ്ടോ? അതെ, എൻ്റെ നിഴൽ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇതിലും വിചിത്രമായ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ നിഴൽ വളരെ വളരെ നീണ്ടതാണ്, എന്നേക്കാൾ ഉയരം തോന്നും. പിന്നെ ചിലപ്പോൾ അത് വളരെ ചെറുതുമാണ്. അത് വളരുകയാണോ ചെറുതാവുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? Are you ready? Let's explore! അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രകാശം കാരണമാണ് നിഴലുകൾ ഉണ്ടാകുന്നത്. പ്രകാശം സാധാരണയായി നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അത് മുന്നോട്ട് നീങ്ങുന്നു, വഴിയിൽ എന്തെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുന്നതുവരെ. പ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ അതിന് മുഴുവനായും കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ പ്രകാശം തടസ്സപ്പെടുന്ന ആ സ്ഥലം ഒരു നിഴലായി മാറുന്നു. അതായത് നിഴൽ ഒരു വസ്തുവല്ല, ഒരു ആളുമല്ല, പ്രകാശത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരിടം മാത്രമാണ്. പ്രകാശത്തെ തടയുന്ന വസ്തുവിന്റെ അതേ ആകൃതിയായിരിക്കും നിഴലിനും. അതുകൊണ്ടാണ് എൻ്റെ നിഴൽ എന്നെപ്പോലെ കാണപ്പെടുന്നത്. വെളിച്ചം വരുന്നു, ഇത് അതിനെ തടയുന്നു. ബൂം, നിഴൽ. ഇനി ഇതിലെ രസകരമായ ഭാഗം, എന്തുകൊണ്ടാണ് നിഴലുകളുടെ വലിപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്? രാവിലെ സൂര്യൻ ആകാശത്ത് താഴ്ന്നിരിക്കുമ്പോൾ വെളിച്ചം ഒരു ലോ ആംഗിളിൽ നിന്ന് വരുന്നു, അതായത് ഒരു താഴ്ന്ന കോണിൽ നിന്ന് വരുന്നു. പ്രകാശം ഇങ്ങനെ ഒരു വശത്തു നിന്നും വരുമ്പോൾ നിങ്ങളുടെ നിഴൽ നീണ്ടിരിക്കും. സൂര്യൻ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കുദിക്കുന്നതുകൊണ്ട് ആ വശത്തു നിന്നും പ്രകാശം വരുന്നു. അപ്പോൾ നിഴലുകൾ വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നീളും. ഉച്ചയ്ക്ക് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയരത്തിലായിരിക്കും. അപ്പോഴാണ് നിഴലുകൾ ചെറുതാവുകയും നമ്മുടെ കാലുകൾ കടുത്തു നിൽക്കുകയും ചെയ്യുന്നത്. വൈകുന്നേരം പിന്നെയും സൂര്യൻ താഴ്ന്നു വരും, പക്ഷെ ഇപ്പോൾ മറുവശത്തായിരിക്കും സൂര്യന്റെ സ്ഥാനം. നിഴലുകൾ വീണ്ടും നീണ്ടിരിക്കും. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കൊണ്ട് തന്നെ നിഴൽ കിഴക്ക് ദിശയിലേക്ക് നീളുമെന്ന് മാത്രം. സൂര്യൻ നീങ്ങുമെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഭൂമി കറങ്ങുമ്പോൾ സൂര്യപ്രകാശം നമ്മളിലേക്ക് എത്തുന്നത് വിവിധ ദിശകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഓരോ നേരവും നമ്മുടെ നിഴൽ മാറിക്കൊണ്ടിരിക്കുന്നത്. നിഴലുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവയ്ക്കൊപ്പം കളിക്കാനും ആസ്വദിക്കാനും കഴിയും. ഇനി കുറച്ചു ഫൺ ഫാക്ട്സ്. 2 ലൈറ്റുകൾക്കിടയിൽ നിങ്ങൾ നിന്നാൽ ഒരേ സമയം 2 നിഴലുകൾ ഉണ്ടാക്കാൻ കഴിയും. പണ്ടുകാലത്ത് ക്ലോക്കുകൾക്ക് മുമ്പ് ആളുകൾ സമയം പറയാൻ നിഴലുകൾ ഉപയോഗിച്ചിരുന്നു. അവർ നിലത്ത് ഒരു വടി കുത്തിവച്ചിട്ട് അതിൻ്റെ നിഴൽ ചലിക്കുന്നത് നോക്കുമായിരുന്നു. അതിനെയാണ് സൺഡേൽ എന്ന് പറയുന്നത്. ചന്ദ്രനും നിഴലുകൾ ഉണ്ടാക്കാൻ കഴിയും. അവ പകൽ സമയത്തെ നിഴലുകളേക്കാൾ നേരിയതാണെന്ന് മാത്രം. നമ്മൾ ചെയ്യുന്നതെല്ലാം പകർത്താൻ നിഴലുകൾക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ അവ നമ്മളുടെ മുന്നിലായിരിക്കും, ചിലപ്പോൾ പ്രകാശം എവിടെയാണെന്നതിനെ ആശ്രയിച്ച് പിന്നിലും. പക്ഷേ അവയ്ക്ക് ജീവനില്ല. പ്രകാശത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങൾ മാത്രമാണ് അവ. അടുത്ത തവണ നിങ്ങളുടെ നിഴൽ കാണുമ്പോൾ സമയം രാവിലെയാണോ ഉച്ചയാണോ അതോ വൈകുന്നേരമാണോ എന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കൂ. നിങ്ങളുടെ നിഴൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അടുത്ത തവണ കാണാം. ബൈ.